ഇടുക്കി പെരുവന്താനം PRNT എസ്റ്റേറ്റിൽ കാട്ടാനക്കൂട്ടം എത്തിയെന്നാണ് വാർത്ത വരുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കട്ടപ്പനയിൽ നിന്ന് രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും. രാഹുൽ, ഒരുപാട് കാട്ടാനകളുണ്ട്, കാട്ടാനക്കൂട്ടമായാണ് എത്തിയിട്ടുള്ളത്. ഇപ്പോഴും ആ ആനകൾ അവിടെ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണോ, അതോ ഇനി ആ ആനകളെ അവിടെ നിന്ന് തുരത്താൻ വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ടോ രാഹുൽ? ഈ ദൃശ്യങ്ങൾ ഇന്നത്തെയല്ല, ഇന്നിറങ്ങിയ കാട്ടാനക്കൂട്ടങ്ങളുടെ അല്ല എന്ന് ആദ്യമേ തന്നെ നമ്മൾ പറയുകയാണ്. PRNT എസ്റ്റേറ്റിൽ, അതായത് ഇന്ന് ഈ കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടിട്ടുണ്ട്, സോഫിയ ഇസ്മയിൽ. ആ സ്ത്രീ കൊല്ലപ്പെട്ട അതേ സ്ഥലത്ത് സ്ഥിരമായി വരുന്ന കാട്ടാനകളുടെ ദൃശ്യങ്ങളാണ്. ഈ കാട്ടാനക്കൂട്ടത്തിൽപ്പെട്ട ആനയാണ് സോഫിയെ ആക്രമിച്ചത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ആനകളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സ്ഥിരമായി ഇതേ കൂട്ടങ്ങൾ ആ മേഖലയിൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്, സ്ഥിരമായി എത്താറുണ്ട്. വലിയ തരത്തിൽ തോട്ടം തൊഴിലാളികൾക്ക്, ടാപ്പിംഗ് തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. നേരത്തെ ഈ തോട്ടം തൊഴിലാളികൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ വേറെയും വന്നിരുന്നു. സമാനമായ സാഹചര്യത്തിൽ വീണ്ടും അതേ അവസ്ഥ അവിടെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം. ശരി, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കാട്ടാനക്കൂട്ടത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇവിടെ നിന്നാണ് സോഫിയയ്ക്ക്, ഈ കൂട്ടത്തിൽപ്പെട്ട ഏതോ ആനയാണ് സോഫിയയുടെ ജീവൻ എടുത്തത് എന്നാണ് രാഹുൽ വിജയൻ നൽകുന്ന വിവരങ്ങൾ. മാത്രമല്ല ശ്രീനിത, ഈ കാട്ടാനക്കൂട്ടത്തെ പറ്റി തന്നെയാണ് സോഫിയയും മകളും ആ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. നമ്മൾ അല്പസമയം മുൻപ് സംപ്രേഷണം ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരം ആനകൾ അവിടെ എത്തുന്നത് പതിവാണ്. അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലൂടെയാണ് അവിടെ കഴിയുന്ന കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നത്. അവർക്കിതൊരു സ്ഥിരം കാഴ്ചയാണ്. പക്ഷെ എപ്പോഴും ആക്രമിക്കപ്പെടാമെന്നുള്ള ആ ഭയത്തിലാണ് അവർ ഇത്രയും നാളും കഴിഞ്ഞിരുന്നത്. അതിലിപ്പോൾ ഒരാളുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ഉടൻ തന്നെ മറ്റുള്ളവരെ പുനരധിവസിപ്പിക്കുമെന്ന് ഏറ്റവും സങ്കടം വരുന്നത് ഇതാണല്ലോ, അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഒരു കാട്ടാന ഇറങ്ങി. അതാണെങ്കിൽ മനസ്സിലാക്കിയത് കൃത്യമായി അവർ പറയുന്നുണ്ട്, തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രശ്നമാണ്, കാട്ടാനയെ കൊണ്ട് ശല്യമാണ്, എന്തെങ്കിലും ചെയ്തില്ല, ഒരു ജീവൻ കൂടി പോലും. ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഇനി അവിടെ താമസിക്കുന്ന ബാക്കിയുള്ളവരുടെ ജീവനെങ്കിലും സംരക്ഷണം നൽകുക എന്നുള്ളതാണ്.